നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 1 ദിനവൃത്താന്തം 6-ാം അധ്യായമാണ്. 2 ശമൂവേൽ പുസ്തകത്തിൻ്റെ കാലക്രമാനുസൃതമായ വായന തുടരുന്നതിനിടയിൽ നാം വീണ്ടും 1 ദിനവൃത്താന്തത്തിലേക്ക് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ആദ്യ നോട്ടത്തിൽ 6-ാം അധ്യായം മറ്റൊരു നീണ്ട വംശാവലിയായി നമുക്ക് തോന്നാം. എന്നാൽ മുമ്പിലത്തെ അധ്യായങ്ങൾ ഗോത്രങ്ങളെയും രാജാക്കന്മാരെയും കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഈ അധ്യായം നമ്മുടെ ശ്രദ്ധയെ പുരോഹിതന്മാരിലേക്കും ലേവ്യരിലേക്കും സംഗീത ശുശ്രൂഷകരിലേക്കും ദൈവാലയത്തിലെ വിവിധ ശുശ്രൂഷകരിലേക്കുമാണ് തിരിക്കുന്നത്. ഇത് നമ്മെ ഒരു മനോഹരമായ സത്യം ഓർമ്മിപ്പിക്കുന്നു. 2 ശമൂവേൽ ദാവീദ് തൻ്റെ രാജ്യം സ്ഥാപിച്ചതിനെ രേഖപ്പെടുത്തുമ്പോൾ 1 ദിനവൃത്താന്തം അതിലും ആഴമുള്ള ഒരു വസ്തുത വെളിപ്പെടുത്തുന്നു. ദാവീദ് ആരാധനയെ കേന്ദ്രീകരിച്ചുള്ള ഒരു രാജ്യം ഒരുക്കിക്കൊണ്ടിരുന്നു. ദൈവം യെരുശലേമിൽ ഒരു സിംഹാസനം മാത്രം സ്ഥാപിക്കുകയായിരുന്നില്ല, തൻ്റെ ജനത്തിൻ്റെ നടുവിൽ തൻ്റെ സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കുകയായിരുന്നു. ഈ അധ്യായം ലേവിയുടെ വംശാവലിയോടെയാണ് ആരംഭിക്കുന്നത്. അഹരോൻ്റെ പുരോഹിത വംശത്തിലൂടെ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത തലമുറകളെ ഇത് പിന്തുടരുന്നു. ഈ പേരുകളിൽ പലതും നമുക്ക് പരിചിതമല്ല. അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരായിരുന്നില്ല, സൈന്യങ്ങളെ നയിച്ചവരോ രാജ്യങ്ങൾ ഭരിച്ചവരോ ആയിരുന്നില്ല. എന്നിട്ടും ദൈവം അവരുടെ ഓരോ പേരും തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി. ഇത് നമ്മെ ഒരു വിലയേറിയ സത്യം പഠിപ്പിക്കുന്നു. വിശ്വസ്തമായ ശുശ്രൂഷ ദൈവം ഒരിക്കലും മറക്കുകയില്ല. ലോകം പ്രശസ്തരെയും ഭരണാധികാരികളെയും യോദ്ധാക്കളെയും ഓർക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർക്കുന്നു. യേശുവും ഇതേ സത്യം നമ്മെ പഠിപ്പിച്ചു. എൻ്റെ നാമത്തിൽ ഒരു ശിഷ്യൻ ഒരു പാനപാത്രം ദാഹജലം കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നിശബ്ദമായി ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ, രോഗികളെ സന്ദർശിക്കുന്നതിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിൽ മനുഷ്യർ നിങ്ങളെ കാണാതെ പോകാം. എന്നാൽ സ്വർഗം നിങ്ങളെ മറക്കുകയില്ല. ദൈവം വിശ്വസ്തരായ തൻ്റെ ദാസന്മാരുടെ സേവനം രേഖപ്പെടുത്തുന്നു. 31-ാം വാക്യം മുതൽ ദാവീദ് നിയമപ്പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവന്ന ശേഷം നിയമിച്ച സംഗീത ശുശ്രൂഷകരെ പരിചയപ്പെടുത്തുന്നു. ഹേമാൻ, ആസാഫ്, ഏഥാൻ എന്നീ പേരുകൾ ഇവിടെ കാണുന്നു. അവർ വെറും സംഗീതജ്ഞന്മാരോ എൻ്റർടൈൻ ചെയ്യുന്നവരോ ആയിരുന്നില്ല. അവർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാരായിരുന്നു. ദാവീദ് ഒരു വലിയ ആത്മീയ സത്യം മനസ്സിലാക്കിയിരുന്നു. ആരാധനയില്ലാത്ത ശക്തമായ ഒരു രാജ്യം ഒടുവിൽ ശൂന്യമായ ഒരു രാജ്യമായി മാറും. അതുകൊണ്ടാണ് ശലോമോൻ ദൈവാലയം പണിയുന്നതിന് മുൻപ് തന്നെ ദാവീദ് ആരാധനയുടെ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ഇതൊരു പ്രധാന ആത്മീയ തത്വം വെളിപ്പെടുത്തുന്നു. നേതൃത്വം മാത്രം ഉണർവിനെ നിലനിർത്തുകയില്ല, നിരന്തരമായ ആരാധനയാണ് ഉണർവിനെ നിലനിർത്തുന്നത്. സഭകൾക്ക് മനോഹരമായ കെട്ടിടങ്ങളും വിവിധ പരിപാടികളും ധനസമൃദ്ധിയും പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥ ആരാധന ഇല്ലെങ്കിൽ അവ ആത്മീയമായി വരണ്ടു പോകും. ഇന്നും ദൈവം ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്ന ആരാധകരെയാണ് അന്വേഷിക്കുന്നത്. ഈ അധ്യായത്തിൽ വിവിധ ലേവ്യ കുടുംബങ്ങളുടെയും അവരുടെ ചുമതലകളുടെയും വിശദമായ പട്ടിക കാണാം. ചിലർ നിയമപ്പെട്ടകം ചുമന്നു, ചിലർ യാഗങ്ങൾ അർപ്പിച്ചു, ചിലർ പാടി, ചിലർ വാതിലുകൾ കാത്തു, ചിലർ വിശുദ്ധോപകരണങ്ങൾ പരിപാലിച്ചു. എല്ലാവർക്കും ഒരേ ശുശ്രൂഷയല്ല ഉണ്ടായിരുന്നത്. എന്നാൽ ഓരോ ശുശ്രൂഷയും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായിരുന്നു. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചും ഇതേ സത്യം പഠിപ്പിക്കുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രസംഗകരുമല്ല. ചിലർ പഠിപ്പിക്കുന്നു, ചിലർ സേവിക്കുന്നു, ചിലർ പ്രോത്സാഹിപ്പിക്കുന്നു, ചിലർ ദാനശീലരാകുന്നു, ചിലർ നേതൃത്വം നൽകുന്നു, ചിലർ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ദൈവം ഓരോരുത്തർക്കും നൽകിയ വിളി വിശ്വസ്തയോടെ നിറവേറ്റുമ്പോഴാണ് സഭ മനോഹരമായി പ്രവർത്തിക്കുന്നത്. മറ്റു ഗോത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലേവിക്ക് വലിയൊരു ഗോത്രാവകാശ ഭൂമി ലഭിച്ചില്ല. പകരം ഇസ്രായേലിൽ ഉടനീളം ചിതറിക്കിടക്കുന്ന പട്ടണങ്ങളാണ് അവർക്ക് ലഭിച്ചത്. എന്തുകൊണ്ട്? കാരണം യഹോവ തന്നെ ആയിരുന്നു അവരുടെ അവകാശം. അവരുടെ സുരക്ഷ ഭൂമിയിലല്ലായിരുന്നു, ദൈവ സാന്നിധ്യത്തിലായിരുന്നു. ഇത് ഇന്നത്തെ വിശ്വാസികൾക്കുള്ള അത്ഭുതകരമായ ഒരു ചിത്രമാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ശമ്പളമോ വീടോ ജോലിയോ സ്വത്തുക്കളോ അല്ല. നമ്മുടെ അവകാശം ക്രിസ്തുവാണ്.
പലരും ജീവിതം മുഴുവൻ സമ്പത്ത് സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നു, എന്നാൽ ദൈവസാന്നിധ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് അനുഭവിക്കുന്നുമില്ല. ലേവ്യർ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവുമായി ഉള്ള അടുപ്പമാണ് ഏറ്റവും വലിയ അവകാശം. ഈ നീണ്ട പുരോഹിത വംശം ഒടുവിൽ അതിലും മഹാനായ ഒരാളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തലമുറയായി പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തു, എന്നാൽ ഓരോ പുരോഹിതനും ഒടുവിൽ മരണപ്പെട്ടു. അവരുടെ ശുശ്രൂഷ താൽക്കാലികമായിരുന്നു. എന്നാൽ പുതിയ നിയമം യേശുക്രിസ്തുവിനെ നമ്മുടെ നിത്യമഹാപുരോഹിതനായി വെളിപ്പെടുത്തുന്നു. അഹരോൻ്റെ സന്തതികളെപ്പോലെ അവിടുത്തേക്ക് പിൻഗാമിയുടെ ആവശ്യമില്ല. അവിടുന്ന് ഒരിക്കലേക്കുമായി തന്നെ യാഗമായി അർപ്പിക്കുകയും ഇന്നും നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. പുരോഹിതന്മാരുടെ ഈ മുഴുവൻ വംശാവലിയും യേശുക്രിസ്തുവിൽ അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നു. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യം വലിയ നേതാക്കന്മാരാൽ മാത്രം പണിയപ്പെടുന്നതല്ല, വിശ്വസ്തരായ ദാസന്മാരാലും പണിയപ്പെടുന്നതാണ്. നമ്മുടെ പേരുകൾ ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ലായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ അവ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അധ്യായം മറ്റൊരു സത്യവും നമ്മെ പഠിപ്പിക്കുന്നു. ആരാധന സഭാജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, ദൈവജനത്തിൻ്റെ ഹൃദയമാണ്. ഇന്നത്തെ തിരക്കേറിയ ലോകത്തിൽ നാം പലപ്പോഴും തൊഴിൽ, വിദ്യാഭ്യാസം, നേട്ടങ്ങൾ എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്. ആരാധനയെയും പ്രാർത്ഥനയെയും വിശുദ്ധ ജീവിതത്തെയും അവഗണിക്കുന്നു. ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത് രാജ്യം ശക്തമാക്കുന്നതിന് മുൻപ് യാഗപീഠം ശക്തമാക്കുക. ആരാധന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാകുമ്പോൾ ദൈവസാന്നിധ്യം മറ്റെല്ലാം രൂപാന്തരപ്പെടുത്തും. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, എൻ്റെ തൊഴിലും പ്രശസ്തിയും പടുത്തുയർത്തുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ഒരു ആരാധനാ ജീവിതം പണിയുവാനാണോ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ആരും ശ്രദ്ധിക്കാതിരുന്നാലും ദൈവം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുന്നുണ്ടോ? വിജയത്തേക്കാൾ ആരാധനയെയും അംഗീകാരത്തേക്കാൾ വിശ്വസ്തതയെയും ഭൂമിയിലെ എല്ലാ അവകാശങ്ങളെക്കാളും ദൈവസാന്നിധ്യത്തെയും വിലമതിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.